ഹലോ എവ്രി വൺ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ചെറിയ വീഡിയോ എടുക്കാമല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കപ്പിൾസ് ചലഞ്ച്. അപ്പോൾ കപ്പിൾസ് ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള വീഡിയോ ആണ് അല്ലേ. ഓരോ ജില്ലക്കാരും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് പറയുന്ന വേർഡ്സിൽ വളരെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഞാനൊരു കോട്ടയംകാരനാണ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിൽ കുറച്ച് ഡിഫറൻസ് കാണുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ റാൻഡമായിട്ട് കുറച്ച് വേർഡ്സോ അല്ലെങ്കിൽ തിങ്സോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ റെഡിയാണോ? റെഡിയാണല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താ സാധനമാണ്. ഞങ്ങൾ അതിനെ പറയുന്ന വാഴക്കപ്പൊന്നാണ്. ഞങ്ങൾ ഏത്തക്ക പൊളി പറയും. ഓക്കെ, ഏത്തക്ക പൊളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു സാധനമുണ്ട്, ബോളി എന്ന് പറയുന്നത്. നമ്മൾ പാൽപ്പായസത്തിനോട് കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ട്രിഗൻസിനും മനസ്സിലാവുക സാധനം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ സമയമൊക്കെ ഏത്തക്ക ബോളി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു കേട്ടോ. എനിക്ക് ബോളിയോ അതെന്നാ സാധനം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത സെക്കൻഡ് വൺ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ ചക്ക വച്ചൽ എന്നാണ് പറയുന്നത്. ഞങ്ങളിതിനെ ചക്കവർത്തെന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രവും കോട്ടയവും രണ്ടും കൂടെ വന്ന് മിക്സപ്പ് ആയേക്കും. കുറേ കാര്യങ്ങൾക്ക് മറന്നുപോയി. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഞാൻ കറക്റ്റായിട്ട് റിഹേഴ്സലൊക്കെ കൊടുത്തിട്ടായിരുന്നു കേട്ടോ. അടുത്ത മൂന്നാമത്തെ സാധനം ഇതാണ്. ഇത് ഞങ്ങൾ പറയുന്നതിന് ഉപ്പേരി എന്നാണ് പറയുന്നത്. ഞങ്ങൾ കോട്ടയംകാരിനെ പറയുന്നത് ചക്രവർത്തി എന്ന് പറയും. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ വറ്റൽ, ചിപ്സ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഞങ്ങൾ ഇതിന് ഉപ്പേരി എന്ന് പറയും, ചിപ്സ് എന്ന് പറയും. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ കായ വറുത്തതെന്നോ അങ്ങനെ എന്തോ കായവർത്തെന്ന് പറയും. പലയിടത്തും പല രീതിയിലാണ്, കോട്ടയം തന്നെ പല രീതിയിൽ പറയുന്നത് ഇതിനെ പറ്റി. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഞങ്ങൾ നാട്ടിലായിരുന്ന സമയം ഒരു ദിവസം ഓണത്തിന് ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ ചേട്ടൻ്റെ ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചേച്ചിയുടെ മോന് എന്നോട് പറഞ്ഞു ഉപ്പേരി എടുത്തിട്ട് വരാമെന്ന് ചോദിച്ചു, അകത്തിരിപ്പോൾ. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഉപ്പേരി മറ്റേ ഇവരെ ചക്കവരട്ടിയാണല്ലോ. അപ്പോൾ ഇത് എടുത്തോണ്ട് കൊടുത്തു. അപ്പോൾ ആ കൊച്ചു ചോദിച്ചു, ഇത് ഇതല്ലല്ലോ, ഞാൻ ചോദിച്ചത് ചിപ്സ് ആണല്ലോ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ചിപ്സ് വറ്റലെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ലൈക്ക് എല്ലാവരും അങ്ങനെ, പക്ഷേ നമ്മൾ വേറെ പേര് പറയുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് നോക്കിയതാണ്. പിന്നെ അടുത്തത് ഈ സാധനം. ഇതിനെ ഇപ്പോൾ നമ്മൾ പറയുന്ന അണ്ടിപ്പരിപ്പ് എന്നാണ്. നമ്മളിതിനെ കശുവണ്ടി അങ്ങനെ പറയുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ദിസ്. ഇത് നിങ്ങൾ എന്താ പറയുക? ഇതൊരു ഭയങ്കര കോമഡി ആയിട്ടുള്ള സംഭവമാണ്. ഇത് നമ്മൾ പറയുന്നത് തൂമ്പാന്ന് പറയും. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു പല ജില്ലക്കാരും പല രീതിയിലായിരിക്കും പറയുന്നത്. നമ്മൾ തന്നെ പറയുന്നത് മമ്മാട്ടി എന്ന് പറയും. അതായത് കുറേ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ, ഞാൻ റീൽസ് ഒക്കെ കുറേ കണ്ടിട്ടുണ്ട് ട്രിവാൻഡ്രംകാരുടെ സ്ലാങ് വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് അങ്ങനെ വരുന്ന കുറച്ച് സാധനം എടുത്തിട്ടാണ് പറയുന്നത്. മൺവെട്ടി എന്ന് ആക്ച്വലി പറയും, പക്ഷേ നമ്മൾ പറഞ്ഞ് മമ്മാട്ടി എന്നാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത സാധനം. ഇത് ഞങ്ങൾ പറയുന്നത് വളരെ വ്യത്യസ്തമല്ല, വാക്കത്തി എന്ന് പറയും. നിങ്ങൾ എന്നാ പറയുന്നത് ട്രിവാൻഡ്രം? നിങ്ങൾ വാക്കത്തിയാണ് വെട്ടുകത്തിയാണോ? വാക്കത്തി. ഞങ്ങൾ ഇതിനെ വെട്ടോത്തി എന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ വെട്ടുകത്തി എന്നാണ്, അത് നമ്മൾ നമ്മുടേതായ രീതിയിലാക്കിയിട്ട് വെട്ടോത്തി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇത് ഞങ്ങൾ കത്തി എന്ന് പറയും നോർമലായിട്ട്. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതിനെ വേറെ സാധനം പറയുന്നത് പിച്ചാത്തി എന്ന് പറയും. പിച്ചാത്തി എന്നുള്ള വാക്ക് നമ്മൾ കുറേ പറയാറുണ്ട്, പക്ഷേ നമ്മൾ സാധാരണ പറയുന്നത് കത്തി എടുത്തുള്ള ഞങ്ങൾ പിച്ചാത്തി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇതൊരു ഭയങ്കര കോമഡിയുള്ള കാര്യമാണ്. ഇതിന് ഞങ്ങൾ തൊണ്ടെന്ന് പറയും. തൊണ്ടെന്ന് പറയാൻ നമ്മൾ പലപ്പോഴും അറിയാം, ഇത് തേങ്ങാട് തൊണ്ടെന്നൊക്കെ പറയും. ഇതിനെ തൊണ്ടെന്ന് പറയും. പിന്നെ ഇടവഴി നമ്മൾ അങ്ങനെ അത്രയും രീതി പറയാറില്ല. നമ്മളിനെ പറയുന്നത് തൊണ്ട്, ആ തൊണ്ടി വഴി കയറി വരാൻ ഞാൻ പറയാറുള്ളൂ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ചിരിയായിരുന്നു കേട്ടോ. നമ്മളവിടെ ഈ പറഞ്ഞ പോലെ തേങ്ങയുടെ തൊണ്ട് അങ്ങനെയാണ് നമുക്കറിയുന്നത്. ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് മുടുക്കെന്നാണ്. നമ്മൾ ആ മുടുക്കി കൂടെ കയറി പോയാൽ മതി. അങ്ങനെ അടുത്തത്. ഓക്കെ, ഇതിനെ ഞങ്ങൾ കറിവേപ്പില എന്ന് പറയും. ഓക്കെ, നമ്മൾ ഇവർ പറഞ്ഞ കറിവേപ്പില എന്ന് പറയുന്ന വേർഡാണ് കറക്റ്റ്. പക്ഷെ നമ്മൾ അതിനെ പറഞ്ഞു പറഞ്ഞാൽ കരിവേപ്പില. അപ്പുറത്ത് കിട്ടുന്ന കരിവേപ്പില ഇങ്ങനത്തുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് കരിവേപ്പില കൂടെ മേടിക്കണേ എന്നുള്ള കരിവേപ്പില. അതാണ് നമ്മൾ. ഇതിന് ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള പറയും. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി പല രീതിയിലുള്ള പറയും. ഓക്കെ, ദെൻ അടുത്തത്. ഇത് ഞങ്ങളുടെ സ്വന്തം ദേശീയ ഭക്ഷണം, കപ്പ. ഓക്കെ, നമ്മളതിനെ പറയുന്ന മരിച്ചിനി, കിഴങ്ങ്. നമ്മൾ ചില വീട്ടിലെ പിള്ളേരൊക്കെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും, അത് എന്തോ ഒരു കിഴങ്ങ്, അങ്ങനെ കളിയാക്കി പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കിഴങ്ങൻ എന്നൊക്കെ പറയും. അത് തന്നെ, അത് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത്. ഇത് ഞങ്ങൾ പറയുന്ന പയർ അല്ലെങ്കിൽ അച്ചിങ്ങ എന്ന് വരെ പറയും. ചിലർ പയർ, അച്ചിങ്ങ അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ ട്രിവാൻഡ്രം എന്നാ പറയുന്നതിനെ പറ്റി? നമ്മൾ തന്നെ വള്ളിപ്പയർ തോരൻ അല്ലെങ്കിൽ പയർ തോരൻ. ഇവർ ചേട്ടൻ അമ്മയൊക്കെ ഇങ്ങനെ പറയാം അച്ചിങ്ങ തോരൻ വെച്ചായിരുന്നു എന്ന് പറയാം. പിന്നെ എനിക്ക് അതെന്ത് ആദ്യമേ ഇങ്ങനെ അച്ചിങ്ങ എന്തുവാന്നുള്ളൊരു ഇത് നോക്കായിരുന്നു. നമ്മൾ തന്നെ വള്ളിപ്പയർ അല്ലെങ്കിൽ പയർ തോരൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്. ഇത് നമ്മൾ അമ്പലം എന്നാണ് പറയുന്നത്. അമ്പലത്തിന്റെ ഫ്രണ്ടാണ് നമ്മൾ സംഭവം. നമ്മൾ അമ്പലം എന്ന് പറയുന്നത്. ഞങ്ങളിങ്ങനെ പറയുന്നത് കോവിൽ എന്നാണ്. നമ്മളങ്ങനെ അമ്പലം എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടൻ വന്നതിന് ശേഷം ഞാനിങ്ങനെ അമ്പലത്തിൽ പോയി എന്നൊക്കെ ഇടയ്ക്ക് പറയാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുന്നത് കോവിലിൽ പോകുന്നു എന്നേ പറയത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ഞങ്ങളുടെ സ്വന്തം കിളിമി, കോട്ടയംകാരുടെ കിളിമി. ഓക്കെ, ഞങ്ങളിങ്ങനെ പറയുന്നത് നവര എന്നാണ്. ഇത് ഞങ്ങൾക്കിടെ ഒഴുകല്. ഞങ്ങളിങ്ങനെ നെത്തോലി, ഒരു ചെറിയ മീനല്ല, നെത്തോലി എന്നാണ് നമ്മളതിനെ പറയുന്നത്. പിന്നെ അടുത്തത്. ഇതെനിക്ക് തോന്നുന്നത് ഞങ്ങൾ പറയുന്നതിന് പാമ്പാട എന്നാണ് പറയുന്നത്.
അതായത് പാമ്പ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ പാമ്പാടെന്ന് പറയുന്നത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാണ്. പക്ഷേ ഇവരുടെ ഈ പാമ്പാട എന്നുള്ള പേര് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒരു പാമ്പിൻ്റെ ആ ഒരു ഫീൽ മൈൻഡ് വരും. നമ്മളതിനെ പറയുന്നത് വാള എന്നാണ്. പക്ഷേ ആക്ച്വലി ഇവരുടെ അവിടെ വാള എന്ന് പറയുന്നത് ആറ്റുമീൻ വേറെ എണ്ണം ഉണ്ട്, അതിന് വാള. നമ്മൾ വാള എന്ന് പറഞ്ഞാൽ വലിയ വാളയുണ്ട്, വേറെ ഒരുപാട് മീൻ. ഞങ്ങൾ ഇതിനാ വാള. പിന്നെ കടലിലുള്ള മീൻ നമ്മൾ ചില ഒരു മീൻ നമ്മൾ വാള എന്ന് പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ എന്താ ഇത് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളവിടെ ഒരുപാട് ഉപയോഗിക്കാറില്ല, പക്ഷേ ഇത് ഞങ്ങൾ പറയുന്നത് കൂന്തൽ എന്ന് പറയും. കൂന്തൽ. ഓക്കെ, ഞങ്ങൾ ഇതിനെ കണവ എന്ന് പറയുന്നത്. കണവ റോസ്റ്റ്, കണവ തോരൻ, അങ്ങനെയൊക്കെ പറഞ്ഞു. അടുത്തത് ഇത് ഞങ്ങൾ തെരണ്ടി. സ്വന്തം തെരണ്ടി. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ട്. ഞങ്ങൾ ഇതിനെ തെരച്ചി എന്ന് പറയും, ഇവര് തെരണ്ടി എന്നും പറയും. ഓക്കെ, അടുത്തത് ലാസ്റ്റ്. ഇത് മൊത്തത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ പച്ചക്കറി എന്ന് പറയും. അല്ലാതെ പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്. പച്ചക്കറി, ക്യാരറ്റ് ഉണ്ട്, എല്ലാ സാധനമുണ്ട്. ഞങ്ങൾ ഇതിനെ മൊത്തത്തിൽ പറയുന്നത് മലക്കറി എന്ന് പറയും. ഇവരുടെ അടുത്ത് എവിടെ പോകുന്നത് വെച്ചാൽ ഒരു പച്ചക്കറി മേടിക്കാൻ പോകുന്നത്. അപ്പം നമ്മളെപ്പോഴും മലക്കറി മേടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന് എന്തായിരുന്നു മലക്കറിക്ക്, അങ്ങനെ വീട്ടിലെന്തായിരുന്നു കറി എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് റാൻഡമായിട്ട് എടുത്ത കുറച്ച് ഇതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.